എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നറുക്കെടുപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചൂടുള്ള വാർത്ത എന്ന് പറയുന്നത്. റോഡിൽ കൂടെ പോകുന്നവനും വന്നവനും നിന്നവനും എല്ലാം നറുക്കെടുപ്പ് നടത്തുന്നു, നറുക്കെടുപ്പിലൂടെ ലക്ഷങ്ങൾ കോടികൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്നു എന്ന പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കൊടുക്കുന്നു ഇല്ലയോ തമ്പുരാന് മാത്രം അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ സംസ്ഥാനത്ത് ലോട്ടറി നിരോധിച്ചിരിക്കുകയാണ്. നിരോധിച്ചു എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിനല്ലാതെ നമ്മുടെ നാട്ടിൽ ലോട്ടറി വിൽക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ നിയമം. ഇതിനെ വെല്ലുവിളിച്ചിട്ടാണ് പല ആളുകളും ഇവിടെ ലക്കി ഡ്രോ കോൺടെസ്റ്റ് അതും ഇതും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് കുഞ്ഞാൻ ഒരു നറുക്കെടുപ്പ് നടത്തി. എയർ ലൈവ് വയർ ലൈവ് വരെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ടി ഫാമിലി ഒരു നറുക്കെടുപ്പായിട്ട് വന്ന കാര്യവും നിങ്ങൾ കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവർ ഈ നറുക്കെടുപ്പ് നടത്തി കുറച്ച് വിജയികളെ പ്രഖ്യാപിച്ചു. ആ സാധനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തെ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, എന്താണ് ഇതിലെ സംഭവം എന്നാണ് കാണുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഇവരുടെ കാര്യം, എന്താണ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ ടി ഫാമിലിയുടെ പരസ്യത്തിലേക്ക് പോവാം. ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റണം. നോക്കണ്ടോ ഈ തകരാറ്? ഇതിനെക്കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ബെഡ്ഷീറ്റിന്റെ ആവശ്യമുണ്ട്. 1699 രൂപന്റെ ഈ ഒരു ബെഡ്ഷീറ്റ് എനിക്ക് കിട്ടിയത് വെറും 1000 രൂപക്കാട്ടോ. 1000 രൂപക്ക് ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടാണെങ്കിൽ ഒരു കൂപ്പൺ കിട്ടും. അപ്പൊ ബെഡ്ഷീറ്റുമായി സമ്മാനമായി. ഈ കൂപ്പൺ നറുക്കെടുക്കുന്ന സമയത്ത് ഒന്നാം സമ്മാനമായിട്ട് വരുന്നത് പറഞ്ഞാട്ടോ, രണ്ടാം സമ്മാനം ഷിഫ്റ്റ്. ഒന്നാം സമ്മാനം 30 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്വിഫ്റ്റ് കാർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 8 ലക്ഷം രൂപ വരും. 30 പവൻ എന്ന് പറയുമ്പോഴത്തേനും എങ്ങനെ പോയാലും 10-20 ലക്ഷത്തിന് മേളിൽ പോകും. 1000 രൂപയുടെ ബെഡ്ഷീറ്റ് വിൽക്കുമ്പോഴാണേ. മൂന്നാം സമ്മാനം 5 ഇലക്ട്രിക് സ്കൂട്ടിയാണ്. 4ാം സമ്മാനം 5 ഐഫോൺ ആണ്. 5ാം സമ്മാനം 5 AC. 6ാം സമ്മാനം 10 പേർക്ക് ഫ്രിഡ്ജ്. 7ാം സമ്മാനം 10 പേർക്ക് 100 പേർക്ക് ഡയമണ്ടിന്റെ റിംഗ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സമ്മാനം അടിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. പിന്നെ നറുക്കെടുപ്പിന്റെ കാര്യമാണെങ്കിൽ ഫസ്റ്റ് നറുക്കെടുപ്പ് വരുന്നത് ഈ മാസം 30-ന്, മെഗാ നറുക്കെടുപ്പ് വരുന്നത് ഓഗസ്റ്റ് 10-ന്. നിങ്ങൾ ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ബെഡ്ഷീറ്റിന് 1 കൂപ്പൺ ആണെങ്കിൽ 2 ബെഡ്ഷീറ്റിന് 3 കൂപ്പണ്, 3 ബെഡ്ഷീറ്റിന് 6 കൂപ്പണ്, 4 ബെഡ്ഷീറ്റിന് 8 കൂപ്പണ്, 5 ബെഡ്ഷീറ്റിന് 10 കൂപ്പൺ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞ സാധ്യത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ ഇതാ താഴെ കൊടുക്കുക. ഇത് മറ്റേ സെറ്റപ്പാണ്. 5 അടിച്ച 10, 10 അടിച്ച 15, 10 അടിച്ച 15 അടിച്ച 25, വെക്കുവിൻ നടുക്ക് വെക്കുവിൻ. ആ ഒരു സെറ്റപ്പാണ് ഇവർ പറയുന്നത്. അതായത് ഇവർ ഒരു ബെഡ്ഷീറ്റ് കമ്പനി ലോഞ്ച് ചെയ്തു. ഈ കമ്പനിയുടെ ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ ഈ ബെഡ്ഷീറ്റ് വാങ്ങുമ്പോഴത്തേനും, അതായത് 1600 എത്രങ്ങാണ്ട് രൂപയുടെ ബെഡ്ഷീറ്റ് 1000 രൂപയ്ക്ക് വാങ്ങുമ്പോഴത്തേനും ഇതിൽ നിന്ന് ഒരു കൂപ്പൺ നമുക്ക് തരും. ഈ കൂപ്പൺ ഇവരെല്ലാം കൂടി ഇട്ടിട്ട് നറുക്കെടുക്കും. ഈ നറുക്കെടുക്കുന്നതിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് സ്വർണം, സെക്കൻഡ് പ്രൈസ് കാർ, തേർഡ് പ്രൈസ് ഇലക്ട്രിക് സ്കൂട്ടി, ഐഫോണ്, ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, രണ്ടോന്നാണല്ലോ, AC, ഡയമണ്ട് റിങ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം സമ്മാനങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഇവർ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ആരാധകരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരൊരു ഇൻഫ്ലുവൻസറാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുമ്പോൾ ഇത് വാങ്ങാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. ഈ ബെഡ്ഷീറ്റിൻ്റെ സൈസ് എന്താണെന്ന് ഇവർ പറയുന്നില്ല. ഈ ബെഡ്ഷീറ്റിൻ്റെ ഒരു സാമാനം ഇവർ കാണിക്കുന്നില്ല. ഇവർ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നത് മാത്രമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച ആൾക്കാരുടെ റിവ്യൂവും പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിന് ഇവർ ഈ വീഡിയോയിൽ തന്നെ കുറച്ചും കൂടെ വിശദമായിട്ട് പറയുന്നതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കമ്പനീൻ്റെ പേര് ഒക്ടാഡ് എന്നാണ്. അപ്പം അതിന്റെ ലോഞ്ചിങ് നടക്കാൻ പോകുന്നത് നാളാണ് മലപ്പുറത്ത്. ഒക്ടാഡ് ഗ്രൂപ്പ് എന്നാണ് ഇവരുടെ കമ്പനി. ഈ കമ്പനിയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവർ ഈ സമ്മാനവും കാര്യങ്ങളും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം പറയട്ടെ, ഞാനൊരു ഇൻഷുറൻസിൻ്റെ സ്ഥാപനം നടത്തുന്നുണ്ട്. ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ്, ആർക്കെങ്കിലുമൊക്കെ ആരോഗ്യ ഇൻഷുറൻസ്, ആർക്കെങ്കിലുമൊക്കെ ലൈഫ് ഇൻഷുറൻസ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യൂ. നമ്പർ ഞാൻ എവിടെയെങ്കിലും കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഈ വീഡിയോക്ക് പ്ലക്കനെ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നെങ്കിലും ഞാനിടുന്ന വീഡിയോസ് ചടപട നിങ്ങൾക്ക് കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ പറ്റത്തുള്ളൂ. നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. അപ്പോൾ നമുക്ക് ഒക്ടാവ് ഗ്രൂപ്പിൻ്റെ ബാക്കി വെക്കാം. ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ബെഡ്ഷീറ്റ് ആണ്. ഇത് നല്ല ഓഫർ ഇട്ടാട്ടോ കൊടുക്കുന്നത്. 1699 രൂപയുടെ ബെഡ്ഷീറ്റ് 1000 രൂപ. അപ്പൊ ബെഡ്ഷീറ്റ് വാങ്ങുന്ന ആൾക്കാർക്ക് കൂപ്പൺ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി പക്ഷേ അതിലെന്തോ ക്രിസ്റ്റൽ എന്നൊക്കെയാണല്ലോ എഴുതിയേക്കുന്നത്. ഈ ഒക്ട നിങ്ങൾ എഴുതിയേക്കുന്നതാണെന്നില്ലോ, ക്രിസ്റ്റൽ എന്നാണല്ലോ മൊത്തം കാണുന്നത്. ഇത് ഷാജിദ വെളുക്കുന്ന പറഞ്ഞ ക്രീം പോലത്തെ സെറ്റപ്പ് അല്ലല്ലോ അല്ലേ? എവിടെ നിന്നാണ്ട് മേടിച്ച് ലേബിൾ മാത്രം പറ്റി. ഇതിലെങ്ങും ഒക്ടാടെ ഒന്നും കാണുന്നില്ല. ഇതിൽ മൊത്തം ക്രിസ്റ്റൽ എന്നൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ഇവർ പർച്ചേസ് ചെയ്ത റീസെന്റ് സ്വാഭാവികമായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ബ്രാൻഡിങ് മാറ്റുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ ലൈസൻസ് ഒന്നും നമ്മൾ പറയുന്ന പ്രശ്നമല്ല. അതിന് കൂപ്പണൊക്കെ കൊടുക്കുന്നുണ്ട്. വലിയൊരു കൂപ്പൺ വാങ്ങും. മൂന്നാമത്തെ പ്രൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ 5 പേർക്ക് ഇലക്ട്രിക് സ്കൂട്ടി. 4ാമത്തെ സമ്മാനമായിട്ട് വരുന്നത് 5 ഐഫോൺ. 5ാം സമ്മാനം 5 AC ആയിട്ടോ. 6ാം സമ്മാനം 10 ഫ്രിഡ്ജ്. 7ാം സമ്മാനം വരുന്നത് 10 വാഷിംഗ് മെഷീൻ.
ഇവിടെ ഇത്രയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സെയിൽ ഇതിനകത്ത് നടക്കുമോ? അതായത് ഒരു ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ 1000 രൂപയ്ക്ക് ഒരു കൊടുക്കുന്നു, 1700 രൂപയുടെ സാധനം 1000 രൂപയ്ക്ക് ഒരു കൊടുക്കുന്നു, ഓഫർ പ്രൈസ് ആണ്. 1000 രൂപയ്ക്ക് കൊടുക്കുമ്പോഴത്തേന് 100 പേർക്ക് സ്വർണ്ണ നാണയം, ഡയമണ്ട് റിങ്, ഫ്രിഡ്ജ്, AC, കാറ്, 30 പവനോളം വരുന്ന സ്വർണ്ണ നാണയങ്ങൾ, ഇതിനു വേണ്ടിയുള്ള റവന്യൂ ഇതിൽ നിന്നുണ്ടാവുമോ? അപ്പം ഏറെക്കുറെ ഒരു 500-600 രൂപയുള്ള ഇവർക്ക് ലാഭം ഉണ്ടാവും ഇല്ലേ? എല്ലാ കമ്പനികളും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇവർ ഈ ഇൻട്രൊഡക്ഷൻ ഓഫറിൽ ഇത്രയും അധികം സെയിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്രയ്ക്കും ഗിഫ്റ്റ് കൊടുക്കത്തക്ക രീതിയിലുള്ള ഗ്രോത്ത് ഇതിലുണ്ടാവും. ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? മറ്റേ ബ്ലാക്ക് വെളുപ്പിക്കുന്ന പരിപാടിയാണോ? ഒന്നും നമുക്കറിയത്തില്ല കേട്ടോ. നമുക്ക് അതിലേക്കൊക്കെ വരാം. അത് മാത്രമല്ല, പിന്നെ 100 പേർക്ക് ഡയമണ്ട് റിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമ്മാന കൂപ്പന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബെഡ്ഷീറ്റ് എടുക്കുന്നവർക്ക് 1 കൂപ്പണാണ് കിട്ടുക, 2 ബെഡ്ഷീറ്റ് എടുക്കുന്നവർക്ക് 3 കൂപ്പൺ, 3 ബെഡ്ഷീറ്റ് എടുക്കുന്നവർക്ക് 6 കൂപ്പൺ, 4 ബെഡ്ഷീറ്റ് എടുക്കുന്നവർക്ക് 8 കൂപ്പൺ, 5 ബെഡ്ഷീറ്റ് എടുക്കുന്നവർക്ക് 10 കൂപ്പൺ. അപ്പം നമ്മളെ കൂപ്പൺ കൂടുന്നതിനനുസരിച്ച് നമുക്ക് സമ്മാനം കിട്ടാനുള്ള സാധ്യതയും കൂടും. ഇത് മറ്റേ ഇരട്ടിപ്പിക്കുന്ന പരിപാടിയാണ്. 1 എടുക്കുന്നവർക്ക് 1, 2 എടുക്കുന്നവർക്ക് 4, 4 എടുക്കുന്നവർക്ക് 8, 3 എടുക്കുന്നവർക്ക് 6 എന്നൊക്കെ പറഞ്ഞ് ഇരട്ടിപ്പിക്കുന്ന പരിപാടിയാണ് ഇവരുടെ ഒരു ലോട്ടറി. അപ്പോൾ മാക്സിമം കൂപ്പൺസ്, ലോട്ടറി അല്ല കൂപ്പൺസ്, മാക്സിമം കൂപ്പൺ എടുക്കുമ്പോൾ അതിൽ നിന്ന് നറുക്കെടുക്കാൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ 1 കൂപ്പണേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സാധ്യത 1 ഉള്ളൂ. 100-1, 100 എണ്ണം എടുക്കുന്നെങ്കിൽ 100-1. നിങ്ങളുടെ 3 കൂപ്പൺ ഉണ്ടെങ്കിൽ 100-3 നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യത. അങ്ങനെ കൂപ്പണിൻ്റെ എണ്ണം കൂട്ടാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഒരു പുതിയ പ്രോഡക്റ്റ് വരുമ്പോഴത്തേനും പല ആളുകളും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇതേ സ്ട്രാറ്റജി നമ്മുടെ പ്രിയങ്കരനായ ബോച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ബോച്ച ടീയോടൊപ്പത്തിന് ഈ സാമാനം കൊടുക്കുന്നു എന്നുള്ളത്. അദ്ദേഹത്തിനെതിരെ അതിൽ ലീഗൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന സാധനം, ഞാൻ വിൽക്കുന്നത് ലോട്ടറി അല്ല, ഞാൻ വിൽക്കുന്നത് ചായപ്പൊടിയാണ്, ചായപ്പൊടിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രൊമോഷനായിട്ട് കൊടുക്കുന്നതാണ് ഈ കൂപ്പൺ എന്നാണ് അദ്ദേഹം അന്നത് അവതരിപ്പിച്ചിരുന്നത്. അതേ സാധനമാണ് ഇവർ ചെയ്യുന്നത്. ഇവർ വിൽക്കുന്നത് ലോട്ടറി അല്ല, ഇവർ വിൽക്കുന്നത് ബെഡ്ഷീറ്റാണ്. ഈ ബെഡ്ഷീറ്റിന് ഇവർ ഫ്രീ ആയിട്ട് പ്രൊമോഷനായിട്ട് കൊടുക്കുന്നതാണ് ഈ കൂപ്പൺ എന്ന് പറയുന്നത്. പക്ഷേ ഇവർ ഈ കൊടുക്കുന്ന ഇത്രയും ബൾക്കായിട്ടുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത്രയും മൂല്യമുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാനുള്ള ഒരു റവന്യൂ ഇവർക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചു കിട്ടുമോ എന്നുള്ളത് എനിക്കൊരു വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതിൽ ബാക്കിയേക്കാം. അപ്പൊ ഈ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ ലക്ഷക്കണക്കിന് ബെഡ്ഷീറ്റ് ഒന്നും പോകട്ടോ, വെറും 10,000 ബെഡ്ഷീറ്റ് പോയാൽ മാത്രം മതി. അപ്പൊ 10,000 ബെഡ്ഷീറ്റ് പോയാലാണ് അപ്പൊ നമുക്ക് ഈ സാധനം കിട്ടുന്നത്. 10,000 × 1000. സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഷിഫ്റ്റ് കാറാണ്. 3-ാം സമ്മാനമായിട്ട് വരുന്നത് 5 ഇലക്ട്രിക് സ്കൂട്ടിയാണ്. 4-ാം സമ്മാനമായിട്ട് വരുന്നത് 5 പേർക്ക് ഐഫോൺ. ഇതെല്ലാം ഇവർ ഈ ക്രിസ്റ്റൽ എന്നുള്ള പേര് തന്നെയാണ് കാണുന്നത്. ഇവരുടെ ഒന്നും ഞാനങ്ങ് കണ്ടൊന്നുമില്ല. ഞാൻ ഇവർ ഒരുപാട് ഇട്ടേക്കുന്ന പ്രൊമോഷനെല്ലാം നോക്കി നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ പറയും. അപ്പോൾ ഈ ക്രിസ്റ്റലിൻ്റെ സാധനമാണ് ഇവർ മാറ്റി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്റ്റലിൻ്റെ ഷീറ്റിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്തെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഇപ്പോൾ ഈ ലോട്ടറി സ്കാം വളരെയധികം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നൊരു സാധനമാണ്. എല്ലാ എണ്ണത്തിൻ്റെയും ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ലോട്ടറി എന്ന് പറഞ്ഞ സാധനം എടുക്കുന്നത്, ഇത് ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഇല്ലീഗലാണ്, നിയമപരമായിട്ടുള്ള അനുമതി ഇല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അപ്പോൾ നമുക്ക് കൂടുതൽ പണം ഉണ്ടാക്കാമല്ലോ എന്ന് ചിന്തിച്ചിറങ്ങുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരുടെ കൂട്ടത്തിലേക്ക് ഇവരൂടെ പെടുമോ എന്ന് മാത്രം നമുക്കറിഞ്ഞാൽ മതി. പട്ടിക്കട്ട് കുഞ്ഞൻ, ഖാദർ കരിപ്പെട്ടി, ഇങ്ങനെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ തട്ടിപ്പിനകത്ത് കൂട്ടു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ബാക്കി നോക്കാം. സമ്മാനം കൊടുക്കുകയാണ്. അതിനൊപ്പം തന്നെ 2ാമത്തെ നറുക്കെടുപ്പും ഇവിടെ വെച്ച് നടത്തുകയാണ്. അപ്പം ഇവര് ഈ വീഡിയോക്കകത്ത് തന്നെ പോയിട്ട് ഇവരുടെ ബ്ലോഗിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ നറുക്കെടുത്തിട്ട് ആദ്യത്തെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ നറുക്കെടുക്കുന്ന സമ്മാനങ്ങൾ കിട്ടുന്ന ആളുകളിൽ നിന്നും ഈ ബൾക്കായിട്ട്, അതായത് ഈ സമ്മാനം കിട്ടിയവരെ എല്ലാവരും കൂടെ പിടിച്ചിട്ട് അടുത്ത നറുക്കിട്ട് അതിൽ നിന്നാണ് ബമ്പർ കൊടുക്കുന്നത്. സ്വർണ്ണ നാണയം 31 പോയിന്റ് സ്വർണ്ണ നാണയം കൊടുക്കുന്നത്. ഈ സാധനത്തിനകത്ത് ഇവര് പണ്ടിക്കാട് കുഞ്ഞാനെ ട്രോളുന്നുണ്ട്. ആ ട്രോളൊക്കെ നമുക്ക് കേൾക്കാം. ഈ നറുക്കെടുക്കുന്നത് നമ്മൾ ഇതാക്കുന്ന കിട്ടിയ ആൾക്കാരെ കൊണ്ടാണ് ഇന്നത്തെ നറുക്കെടുപ്പ്. നമ്മൾ ബോക്സ് കാണിച്ചു കൊടുത്താ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഗ്ലാസിന്റെ കറങ്ങുന്ന അതിലുണ്ടോ? ഫുൾ എടുത്തോ? എല്ലാം എടുത്തില്ല കിട്ടോ? കറങ്ങുന്ന ബോക്സിലാണ് നമ്മൾ നറുക്കെടുക്കാൻ പോകുന്നത്. നമ്മൾ ഇതിലേട്ടോ നമ്മുടെ കൂപ്പൺസ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഫുള്ളായിട്ട് ട്രാൻസ്പെറന്റ് ബോക്സ് എന്നവർ കാണിക്കുന്നുണ്ട്. അവർ അതിനകം എല്ലാം കാണിക്കുന്നുണ്ട്. മറ്റേ ഒരു ഇൻഫ്ലുവൻസർ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ പിഴവുകളെല്ലാം ഇവര് ഇല്ലാതെയാണ് ചെയ്യുന്നത്. കാരണം ഈ സംഘാടകൻ തന്നെയല്ല ലോട്ടറി എടുത്തത്. സംഘാടകൻ അടിച്ച ഞാൻ ഇട്ടു എനിക്കടിച്ചു എന്നുള്ള സെറ്റപ്പ് അല്ല. ഇവർക്കല്ല അടിച്ചെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇവർ അതേപോലെ ഇവരുടെ ബെഡ്ഷീറ്റിന്റെ പ്രൊമോഷനൊക്കെ നടത്തുന്നുണ്ട്. ഒക്കെ നമുക്ക് കാണാം. ഇതിലുണ്ടാവില്ല. ഇനി ബമ്പറിലാണ് വിജയികളുടെ നമ്മൾ ഉൾക്കൊള്ളിക്കുക. അപ്പം അങ്ങനെയാണ്. അതെ അതെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്. അസ്സലാമലൈക്കും. നിങ്ങളുടെ പേരെന്തായാലും? ഷർഫർ. എവിടെ സ്ഥലം? നാദാപുരം. ഓക്കെ. അപ്പൊ നമ്മളെ ഡയമണ്ട് റിംഗ് കിട്ടിയ ആളാണിത്. പെങ്ങൾക്കാണല്ലോ കിട്ടിയത്. അപ്പൊ പെങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പൊ ഇത് നിങ്ങളുടെ പേര് എന്താ പറഞ്ഞു? ഷർഫർ. നിങ്ങളുടെ പേരോ?
അപ്പോൾ ഇവർക്ക് ഡയമണ്ട് റിംഗ് ഒക്കെ കിട്ടി അന്നേരം തന്നെ ഇവർ നറുക്കെടുക്കുന്നുണ്ട്, ദൂരെ നിന്നുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി നറുക്കെടുക്കുന്നുണ്ട്. ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ കാരണം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവർ വലിയൊരു ഇൻഫ്ലുവൻസറാണ്. കണ്ണൂർ. ബെഡ്ഷീറ്റ് എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട്? എത്ര ബെഡ്ഷീറ്റ് നിങ്ങൾ വാങ്ങി? രണ്ടെണ്ണം അല്ലേ? രണ്ടും അടിപൊളിയല്ലേ? കളറുകൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരിക്കണോ? ഒക്കെ ഓക്കെ അല്ലേ? അപ്പം സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ നമ്മൾ ഇതാക്കണ ഇത് കൊടുക്കൽ പരിപാടിയിലേക്ക് വരികയാണ്. അപ്പൊ ഈ നമ്മുടെ നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ അതാണ് എനിക്ക് ഞാൻ ബ്ലോഗിനേക്കുള്ള വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. അത്യാവശ്യം ട്രാൻസ്പെറന്റ് തന്നെയാണ് ആ ബോക്സ്. അവിടെ ഇവിടെയൊക്കെ കുറെ വെള്ളം ഉണ്ടെങ്കിൽ ഇവർ അതിനകമൊക്കെ കാണിച്ചു. അപ്പൊ ഇവര് വളരെ ജെന്യൂൻ ആയിട്ടാണ് ഈ ഒരു സാധനം നടത്തിയിട്ടുള്ളത്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റൂ. അതിന് കാരണം ഇപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിലൊരു ലോട്ടറിയോട് ഇതൊരു സ്കാമാണ്, ഇതിനെ സംശയത്തിന്റെ കണ്ണുകളോടെ തന്നെ കാണണമെന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുതാര്യമായിട്ട് ഇനി ഇത്തരത്തിൽ ഉള്ള സാധനങ്ങളെല്ലാം നറുക്കെടുത്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ പറയുന്ന പോലെ തന്നെ ഇത് ഒരിക്കലും മറ്റേ ഈ നിങ്ങൾ 1600 രൂപ മേടിച്ചിട്ട് ലോട്ടറി എടുക്കൂ എന്നൊരു സാധനമല്ല. ഇവരുടെ ബെഡ്ഷീറ്റ് വിറ്റിട്ട് ഈ ബെഡ്ഷീറ്റിനാണ് ഈ കൂപ്പൺ കൊടുക്കുന്നത്. ഇനി മറ്റൊരു സമൂഹം ആളുകൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ലക്കി ഡ്രോ കൂപ്പൺ, 1500 രൂപയുടെ ലക്കി ഡ്രോ കൂപ്പണിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 500 രൂപ വിലയുള്ള ചായപ്പൊടി മേടിക്കണം. ഇങ്ങനത്തെ ടീമുകളുണ്ട്. അത് ഓവർ പ്രൈസ് ചെയ്തിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. എല്ലാം പലതരം ഉടായ്പ്. ഇവരുടെ ഉടായ്പാണോ അല്ലയോ എന്ന് നമുക്ക് വരാം. നറുക്കെടുപ്പിനെ കുറിച്ച് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ എന്തെങ്കിലും ഇതിലൊരു പറ്റിപ്പോ വെട്ടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പോ നടത്തിയതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ തമ്മിലൊരു ബന്ധമല്ലല്ലോ, കുടുംബക്കാരോ അങ്ങനെയൊന്നല്ലല്ലോ. വീഡിയോയില് കാണാനല്ലാതെ നേരിട്ട് ആദ്യമായിട്ടാണ് കിട്ടിയോണ്ട് ഹാപ്പി അല്ലേ? പിന്നെ നിങ്ങളെ നറുക്കെടുപ്പിൽ നറുക്കെടുപ്പിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പം അത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ എടുക്കുക. പിന്നെ നമ്മളാരെയും ഒന്നും പറ്റിക്കാനോ അങ്ങനെ ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മൾ ഒരു പരിപാടിയും ചെയ്യല്. നമ്മുടെ ബിസിനസ് നമ്മുടെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മളെ കമ്പനിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓഫറാണത്. അപ്പം ബെഡ്ഷീറ്റാണ് സത്യം പറയുന്നത് നമ്മൾ കൊടുക്കുന്നത്. അതല്ലാതെ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതാണ് നമ്മുടെ നിയമത്തിനകത്തുള്ള ലൂപ്പ് ഹോളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ഇവർ പ്രോഡക്റ്റ് വിറ്റിട്ട് ആ പ്രോഡക്റ്റിന് ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഈ കൂപ്പൺ കൊടുക്കുന്നത്. ഇവർ പലയിടത്തായിട്ട് ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, നമ്മളിത് ജെന്യൂൻ ആയിട്ടുള്ള എടുത്തേ നിങ്ങളെ നമുക്ക് അറിയാമോ എന്നൊക്കെ കാണിച്ച് പലയിടത്തായിട്ട് ഇവർ എടുത്ത ഈ ലോട്ടറി അല്ലെങ്കിൽ ഇവർ എടുത്ത ഈ ലോട്ടറിയുടെ വിന്നേഴ്സിന്റെ സുതാര്യത ഉറപ്പുവരുത്താനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇവരൊരു ബിസിനസിന്റെ ഭാഗമായിട്ട് നടത്തുന്നതുകൊണ്ട് തന്നെ ഇത് അല്പം ജെന്യൂൻ ആണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കൂടുതൽ ഫ്രോഡൊന്നും നടന്നില്ലെങ്കിൽ. എനിക്കിതിനകത്തുണ്ടായ സംശയം എന്ന് പറഞ്ഞാൽ ഇവര് ഈ ഗിഫ്റ്റ് കൊടുക്കത്തക്ക രീതിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഇവരെങ്ങനെ പോയാലും ഒരു 50, 60, 70 ലക്ഷം രൂപയുടെ ഗിഫ്റ്റോളം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനത്തക്ക റവന്യൂ ഇവർക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ബെഡ്ഷീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബെഡ്ഷീറ്റിന്റെ ക്വാളിറ്റിയും അതിന്റെ കളർ പോകുന്നുണ്ടെന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ദിവസങ്ങൾ ഉപയോഗിച്ചെങ്കിൽ അറിയത്തുള്ളൂ. ഇപ്പം ലോഞ്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം എന്തോ ആയിട്ടുള്ള അപ്പോൾ ആൾക്കാർ മേടിച്ച് ഉപയോഗിച്ച് തുടങ്ങുന്നേ ഉണ്ടാവത്തുള്ളൂ. ഇവർ ഈ ക്രിസ്റ്റൽ എന്താണ് കൂപ്പൺ അല്ല നമ്മൾ കൊടുക്കുന്നത്, ബെഡ്ഷീറ്റാണ്. അപ്പം ഈ ബെഡ്ഷീറ്റിന്റെ ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു നല്ല അടിപൊളി അതായത് ഈ പൈസക്കുള്ള ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണത്. അതിന്റെ കൂടെ പില്ലോ വരുന്ന സെറ്റാണത്. അപ്പം അതാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ കൂടെ കൂപ്പണും കൊടുക്കുകയാണ്. കൂപ്പൺ നമ്മൾ ഈ ഷോപ്പിലൊക്കെ കൂപ്പൺ വെക്കൂല, അതന്നെ സംഭവം. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ആൾക്കാർക്ക് അപ്പം എല്ലാവർക്കും കിട്ടണം, കൂടുതൽ ആൾക്കാർ പങ്കെടുക്കണം, ഒരുവിധ ആൾക്കാർ. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു പ്രൊമോഷനായിട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് കൂടുതലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടുള്ള കൂപ്പൺ എടുക്കണമെന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് ആരെങ്കിലും വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറയുക. ഇവരുടെ ഈ ഒരു നറുക്കെടുപ്പിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സുതാര്യമല്ലാത്ത സാധനം തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് കാര്യങ്ങളോട് നിങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കുക. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ ഇത്തരത്തിൽ ഒരു നറുക്കെടുപ്പ് നടത്തുമ്പോഴത്തേനും മാക്സിമം സുതാര്യമായി നടത്തി ഇവരുടെ ബിസിനസ് പരമായിട്ട് ഇവർ മുമ്പോട്ട് പോകുന്നെങ്കിൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ നന്നായിട്ട് കൊണ്ടുപോട്ടെ. മറ്റേ 1500 രൂപയ്ക്ക് വീട് 10500 പേര് മേടിച്ചു കഴിഞ്ഞാൽ കാറ് എന്നുള്ള പറ്റിപ്പ് പരിപാടിയെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനും ഇത് ഫാർ ബെറ്റർ ആണ്. ഏതായാലും ബിസിനസ് നല്ല രീതിയിൽ പോട്ടെ, നല്ല രീതിയിൽ രക്ഷപ്പെടട്ടെ, നമുക്ക് കൂടുതൽ കണ്ടന്റുകൾ കിട്ടട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇവരുടെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.